എല്ലാ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇംഗ്ലണ്ടിൻ്റെ അല്ലെങ്കിൽ UK എന്ന് വിളിക്കപ്പെടുന്ന രാജ്യത്തിൻ്റെ ചില ഭാഗങ്ങളെ കുറിച്ചിട്ടാണ്. ഭാഗങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, നോർത്തേൺ ഇംഗ്ലണ്ട്, സദേൺ ഇംഗ്ലണ്ട്, അതുപോലെ തന്നെ വെയിൽസ്, അയർലൻഡ്, സ്കോട്ട്ലൻഡ് തുടങ്ങിയ ഭാഗങ്ങളൊക്കെ ഇംഗ്ലണ്ടിനോട് ചേർന്ന് നിൽക്കുന്ന ഭാഗങ്ങളായിരുന്നു. ഇതിനെല്ലാത്തിനെയും കൂട്ടിച്ചേർത്തിട്ടാണ് UK എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ പുതിയ പുസ്തകം നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഹിസ്റ്ററി ഓഫ് ഗ്രേറ്റ് ബ്രിട്ടൻ. KM എബ്രഹാംസ് എന്ന് പറയുന്ന ഒരാളുടെ പുസ്തകമായിരുന്നു ഇതിനു മുൻപുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ പുസ്തകം അല്പം ഒന്ന് ചെറുതാക്കി, അതുപോലെ തന്നെ പുസ്തകം എഴുതിയ ആളുടെ ഓഥറിൻ്റെ പേരൊന്ന് മാറിയിട്ടുണ്ട്. P. അബ്ദുൾ ഗഫൂർ എന്ന് പറയുന്ന ആളുടെ പുസ്തകമാണ്. അത് ഓരോ വർഷവും കണ്ടൻറ്റിലൊന്നും മാറ്റമില്ല. യൂണിവേഴ്സിറ്റി ഇങ്ങനെ പുസ്തകങ്ങൾ മാറ്റുന്നത് ഓരോ റൈറ്റേഴ്സിനും അവരുടേതായിട്ടുള്ളൊരു ഇൻകം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ആദ്യം സദേൺ ഇംഗ്ലണ്ടിനെ കുറിച്ചിട്ടൊന്ന് ചർച്ച ചെയ്യാം. സദേൺ പാർട്ട് ഓഫ് ഇംഗ്ലണ്ട്, പെർട്ടിക്കുലർലി ഗ്രേറ്റർ ലണ്ടൻ, are the most densely populated area of the British Isles. England has one of the highest population densities in the British Isles with 380 people per square kilometer. ഇപ്പോൾ സദേൺ പാർട്ട് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ലണ്ടനാണ് ഉദ്ദേശിക്കുന്നത്. സദേൺ പാർട്ടിൽ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, സദേൺ ഈസ്റ്റേൺ പാർട്ട് എന്ന് പറയുന്നത് മോസ്റ്റ് ഫെർട്ടൈൽ ലാൻഡാണെന്നും അഗ്രികൾച്ചർ അവിടെ കൂടുതലാണെന്നും അതിൻ്റെ ഭാഗമായിട്ട് ആ ഏരിയയിൽ ആൾക്കാർ കൂടുതലാണെന്നൊക്കെ ഉള്ളത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അതുകൊണ്ടാണ് ലണ്ടൻ ഓൾറെഡി ഒരു മികച്ച ഭരണ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടും ഇന്നത്തെ ഇംഗ്ലണ്ടിൻ്റെ ക്യാപിറ്റൽ സിറ്റി ആയിട്ടൊക്കെ അറിയപ്പെടാനായിട്ട് കാരണമായി തീർന്നു. England has one of the highest population densities in the British Isles with 380 people per square kilometer. There are more industries and more jobs here than anywhere else in the UK. London is one of the world's top financial centers and is also a leading center for other services industries including insurance, the media and publishing. Several cities including Cambridge and Swindon are centers for high-tech industry. അപ്പോൾ ഇവിടെ അഗ്രികൾച്ചർ മാത്രമല്ല, ഹൈ ലെവൽ ഇൻഡസ്ട്രീസിനും വളരെ പേരുകേട്ട സ്ഥലമായിരുന്നു ലണ്ടനും അതുപോലെ തന്നെ സദേൺ പാർട്ട് ഓഫ് ഇംഗ്ലണ്ട് എന്ന് പറയുന്നു. അവിടെ ഒരുപാട് ഇൻഡസ്ട്രീസ് ആരംഭിക്കുകയും ഒപ്പം തന്നെ അതൊരു ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ഫിനാൻഷ്യൽ മേഖലയായിട്ട് മാറാനായിട്ടുള്ളൊരു സാഹചര്യം UKക്ക് അവിടെ കിട്ടുകയാണ്. Several cities including Cambridge and Swindon are centers for high-tech industries. Thousands of tourists visit the historic and cultural centers in the southern England every year. Due to fertile soil and reliable rainfall, a wide range of crops are cultivated in the southern England. The landscape of southern England is very varied. Cornwall in the far west has raw hills and the unevenly cut coastline shaped by the Atlantic Ocean. അപ്പോൾ 2-3 പ്രത്യേകതകൾ പറയാണ്. ഒന്ന്, ജിയോഗ്രഫിക്കലായിട്ടുള്ള ചില പ്രത്യേകതകൾ കൊണ്ട്, അറ്റ്ലാന്റിക് ഓഷൻ ഉൾപ്പെടെയുള്ളതിൻ്റെ ചില ലാൻഡ്സ്കേപ്പ് ആയിട്ടുള്ള പ്രത്യേകതകൾ കൊണ്ട് തന്നെ ലണ്ടനും ഈ പറയുന്ന UKയുടെ ഈ സദേൺ പാർട്ട് ഓഫ് ഇംഗ്ലണ്ടൊക്കെ ഓൾറെഡി പോപ്പുലറാണ്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ, ഒരു വർഷം തന്നെ 10,000-ലധികം ടൂറിസ്റ്റുകൾ ആ കാലഘട്ടത്തിലാട്ടോ, ഇപ്പോഴത്തെ കാര്യമല്ല പറയുന്നത്, വർഷങ്ങൾ 1950-60 കാലഘട്ടത്തിലെ കാര്യമൊക്കെയാണ് പറയുന്നത്. 1950-കളുടെ കാലഘട്ടത്തിലാണ് പറയുന്നത്. Southern England has warm temperate climate. Greater London and the southeastern region are the most heavily populated area of England. More than 7 million people live in Greater London. അപ്പോൾ ഈ ഒരു പ്രോസ്പെറസ് സിറ്റി ആയതുകൊണ്ടും അഗ്രികൾച്ചർ, ഹൈടെക് ഇൻഡസ്ട്രീസ്, അതുപോലെ തന്നെ ആവശ്യത്തിന് കൺസിഡറബിൾ റെയിൻഫോളൊക്കെ ലഭിക്കുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ
ഒരു എന്താ പറയുക, ഇന്ന് കാണുന്ന ഒരു ഹൈലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഒരു സിറ്റിക്ക് വേണ്ട എല്ലാ ഗുണഗണങ്ങളും ഉള്ളതുകൊണ്ട് വളരെ വലിയ പോപ്പുലേഷൻ അവിടെ തിങ്ങിപ്പാർത്തിരുന്ന ഒരു സ്ഥലമായിരുന്നു ലണ്ടൻ. നോർത്തേൺ ഇംഗ്ലണ്ട് ആൻഡ് വെയിൽസ്. നോർത്തേൺ ഇംഗ്ലണ്ട് എന്ന് പറഞ്ഞാൽ തന്നെ വെയിൽസാണ് പ്രധാനമായിട്ട് ചർച്ച ചെയ്യപ്പെടുക. ദി ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ഓഫ് ദി 18th and 19th centuries began in northern England. The area is abundant of rich minerals and resources needed for industry. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഫെർട്ടൈൽ ലാൻഡ് ഇല്ല. അതുകൊണ്ട് തന്നെ കോൾ മൈൻസ് ഉൾപ്പെടെയുള്ള നാച്ചുറൽ റിസോഴ്സസിൻ്റെ വലിയൊരു ശേഖരം തന്നെ ഉള്ളതുകൊണ്ട് വലിയ വലിയ ഇൻഡസ്ട്രീസൊക്കെ ഒരുപാട് ഈ സ്ഥലത്ത് തുടങ്ങാൻ തുടങ്ങി. സൗത്ത് വെയിൽസ് വാസ് വൺ മേജർ കോൾ മൈനിങ് ആൻഡ് ഹെവി ഇൻഡസ്ട്രിയൽ ഏരിയ. The region is reputed for traditional industries such as iron, steel, coal mining and textiles. The eastern lowlands have an ideal climate for arable crops. Oats and potatoes grow in the north and west. The southwest is mainly used for grazing cattle and sheep. അറേബിൾ ലാൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ നന്നായിട്ട് കൃഷിയോഗ്യമായിട്ടുള്ള ഭൂമി എന്നാണ് അർത്ഥം. അപ്പോൾ അതൊരു വളരെ കുറച്ച് റീജിയൻ മാത്രമേ അതുള്ളൂ. അവിടെ അവരെന്ത് ചെയ്തു, ഓട്സും അതുപോലെ തന്നെ പൊറ്ററ്റോ കൃഷിയും വളരെ കാര്യക്ഷമമായിട്ട് നടപ്പിലാക്കി. ബാക്കി അങ്ങനെ കൃഷി ചെയ്യാൻ കഴിയാത്ത സ്ഥലങ്ങളിൽ കോൾ മൈൻസൊക്കെ ഉള്ളിടത്ത്, കൽക്കരി ഉൽപ്പാദനം കൂടുതലുള്ളിടത്ത് അവർ ഹെവി ഇൻഡസ്ട്രീസ് സ്ഥാപിച്ചു. അപ്പോൾ ഏത് നിലയിലാണോ ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കാൻ ആ ഒരു ഭൂപ്രകൃതിയെ കൊണ്ട് പറ്റുന്നത് അത് മനസ്സിലാക്കി അതിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനും അതിനെ മാക്സിമം എക്സ്പ്ലോയിറ്റ് ചെയ്യാനും അവർ നോക്കി. അതാണ് അവരുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഞങ്ങളുടെ സ്ഥലത്ത് കൃഷി ചെയ്യാൻ പറ്റില്ല, അപ്പോൾ കൃഷിയില്ലെങ്കിൽ ഞങ്ങളൊന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുകയല്ല. കൃഷി ചെയ്യാൻ പറ്റില്ലെങ്കിൽ അവിടെ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് മനസ്സിലാക്കി അതിനെ പ്രൊമോട്ട് ചെയ്ത് അവരുടെ ആ ഒരു പ്രദേശത്തെ ഒരു എന്താ പറയുക ഇക്കണോമിക് ഡെവലപ്മെൻ്റ് ഉള്ള പ്ലേസാക്കി മാറ്റാനുള്ള ശ്രമമാണ് അവർ നടത്തുന്നത്. The southwest is mainly used for grazing cattle and sheep. അപ്പോൾ ഈ പുൽത്തകിടിയൊക്കെ ഉണ്ടാക്കിയിട്ട് ഈ മൃഗങ്ങളെ വളർത്തുക, പ്രത്യേകിച്ച് കാറ്റിൽസിനെയും ഷീപ്പിനെയൊക്കെ വളർത്തുന്ന ഒരു രീതിയാണ് അവർ കൂടുതലായിട്ട് കൊണ്ടുപോയത്. ഫോറസ്ട്രി ഈസ് ഇമ്പോർട്ടൻറ്റ് ഇൻ മൗണ്ടൻ ഏരിയാസ്. ഫോറസ്ട്രീസ് എന്തിനാ? കാടുണ്ടാക്കേണ്ടതിൻ്റെ ആവശ്യം എന്താ? വനസംരക്ഷണത്തിൻ്റെ ആവശ്യം എന്താ? വനങ്ങളിൽ നിന്ന് കിട്ടുന്ന അപൂർവമായിട്ടുള്ള ചില ഹാൻഡിക്രാഫ്റ്റ്സ് വസ്തുക്കളൊക്കെ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ തേൻ പോലെയുള്ള ചില പഴങ്ങൾ, ചില ഔഷധങ്ങൾ, അങ്ങനെ കുറേ കാര്യങ്ങൾ, ചില സ്പൈസസ്, ഇതൊക്കെ കാട്ടിൽ നിന്ന് മാത്രം കിട്ടുന്നതുണ്ടാവും. അപ്പോൾ അതിനെ സംരക്ഷിച്ച് അതിൽ നിന്ന് ഈ പറയുന്ന പെർട്ടിക്കുലർ ഐറ്റംസ് കളക്ട് ചെയ്ത് അതുപയോഗിച്ചുകൊണ്ട് ഇക്കണോമിക്കൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കുന്ന ഒരു കൂട്ടം ആളുകൾ. ദ വെദർ ഓഫ് നോർത്തേൺ ഇംഗ്ലണ്ട് ഈസ് കൂളർ ആൻഡ് ബെറ്റർ ദാൻ ദി സൗത്ത്. നമ്മൾ നേരത്തെ പറഞ്ഞു അവിടെ ഒരു ചൂടുകാറ്റടിക്കുന്നൊരു സ്ഥലമാണെന്ന്. നേരത്തെ സൗത്തേൺ ഇംഗ്ലണ്ടിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു. ഇപ്പോൾ നോർത്തിൽ പറയുന്നു ഇത്തിരി കൂടി കൂളായിട്ടുള്ളൊരു പ്ലേസാണ്. ഇമ്പോർട്ടൻറ്റ് ഇൻഡസ്ട്രിയൽ സിറ്റീസ് ഓഫ് നോർത്തേൺ ഇംഗ്ലണ്ട് ആർ ലിവർപൂൾ, മാഞ്ചസ്റ്റർ, ലീഡ്സ് ആൻഡ് ബ്രാഡ്ഫോർഡ്. ഫുട്ബോൾ കളി കാണുന്ന, ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് കാണുന്ന ആളുകൾക്കൊക്കെ വളരെ പരിചിതമായിട്ടുള്ള ചില പേരുകളാണ്. ലിവർപൂൾ ആയാലും മാഞ്ചസ്റ്റർ ആയാലും ലീഡ്സ് ആയാലും അവർക്ക് വളരെ ഫെമിലിയർ ആയിരിക്കും. കാരണം ലിവർപൂള് ഒരു കാലഘട്ടത്തിൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൻ്റെ ഏറ്റവും ബെസ്റ്റ് 4 ടീമുകൾ എടുത്താൽ അതിലൊന്നായിരുന്നു. ഇൻക്ലൂഡിങ് കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ സീസൺ വരെ 1ാം സ്ഥാനം നേടിയ ക്ലബ്ബും കൂടിയാണ് ലിവർപൂൾ. മാഞ്ചസ്റ്റർ പിന്നെ അറിയാം, 2 ടീമുകൾ, മാഞ്ചസ്റ്റർ സിറ്റിയും മാഞ്ചസ്റ്റർ യുണൈറ്റഡും. യുണൈറ്റഡ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ഏറ്റവും കൂടുതൽ കിരീടം നേടിയിട്ടുള്ള ക്ലബ്ബാണ്. ഒരുപാട് തവണ FA കപ്പ് നേടി, യുഫെഫ ചാമ്പ്യൻസ് ലീഗ് നേടി, ക്ലബ് ഫുട്ബോൾ ലോകകപ്പ് നേടി. അങ്ങനെ ഒരുപാട് പ്രശസ്തരായിട്ടുള്ള ടീം. മാഞ്ചസ്റ്റർ സിറ്റി കഴിഞ്ഞൊരു 5-6 വർഷമായിട്ട് കൺസിസ്റ്റൻ്റായിട്ട് 1, 2, 3 സ്ഥാനങ്ങളിൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ വരുന്ന ടീമാണ്. മിക്കപ്പോഴും കപ്പെടുക്കുന്ന ടീമാണ്. ലീഡ്സ് അത്ര വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ടീമല്ലെങ്കിലും ലീഡ്സും പ്രീമിയർ ലീഗിൻ്റെ ഭാഗമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന വളരെ ചുരുക്കം ചില ടീമുകളിൽ ഒരു ടീമാണ്. ബ്രാഡ്ഫോർഡ് അങ്ങനെ ഇപ്പോൾ വലിയൊരു കൗണ്ടി ആയിട്ട് നിലനിൽക്കുന്നില്ല. ദെൻ നമുക്കിനി സ്കോട്ട്ലൻഡിൻ്റെ അവസ്ഥ എന്താണെന്ന് നോക്കാം. സ്കോട്ട്ലൻഡ് ലൈസ് ഓഫ് ദി നോർത്തേൺ പാർട്ട് ഓഫ് ബ്രിട്ടൻ. സ്കോട്ട്ലൻഡ് കവേഴ്സ്
32% of the United Kingdom's land area, but only 9% of the population. 32% ലാൻഡ് ഏരിയ ഉണ്ടെങ്കിലും അവിടെ അധികം ആൾക്കാരൊന്നുമില്ല. ആകെ 9% ആൾക്കാർ താമസിക്കുന്നുള്ളൂ. കാരണം മെജോറിറ്റിയും ലണ്ടനും അതുപോലെ തന്നെ നോർത്തേൺ ഇംഗ്ലണ്ടും വെയിൽസൊക്കെയാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. സ്കോട്ട്ലൻഡിലേക്ക് അധികം ആൾക്കാർ പോകുന്നില്ല. പക്ഷെ ലാൻഡ് ഏരിയ ഉണ്ട് അവിടെ. ഇറ്റ് ഈസ് ദ ലീസ്റ്റ് ക്രൗഡഡ് പാർട്ട് ഓഫ് ദി യുണൈറ്റഡ് കിങ്ഡം. ഏറ്റവും കുറവ് ആൾക്കാരുള്ള സ്ഥലം എന്നാൽ ഏറ്റവും കൂടുതൽ സ്ഥലം കൈയാളുന്ന ഒരു രാജ്യം. സ്കോട്ട്ലൻഡ് ഹാസ് one of the lowest population densities in Western Europe with only 65 people with square kilometer. നമ്മൾ നേരത്തെ സൗത്തേൺ ഇംഗ്ലണ്ടിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞതാണ് 380 പേരാണ് ഒരു സ്ക്വയർ കിലോമീറ്ററിൽ ഉണ്ടാവുക. ഇവിടെ വെറും 65 ഓൺലി. The eastern side of the Scotland has drier climate than the west and is suitable for growing cereal crops and vegetables. നമ്മൾ നേരത്തെ പറഞ്ഞു ഈസ്റ്റേൺ സൈഡിലെ ഒരു കൂൾ ക്ലൈമറ്റ് ആണെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അതിനെ വെച്ച് നോക്കുമ്പോൾ സ്കോട്ട്ലൻഡ് ഡ്രയർ ആണ്, അല്പം ചൂടുകാറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. എന്നിരുന്നാലും അവരുടെ പൊതു സ്വഭാവം വെച്ച് അല്ലെങ്കിൽ ഭൂപ്രകൃതിയുടെ പൊതുവായ തനത് സ്വഭാവം വെച്ച് വെജിറ്റബിൾസും അതുപോലെ തന്നെ സീറൽ ക്രോപ്സും കൃഷി ചെയ്യാൻ പറ്റിയ മണ്ണാണ്. Most of the mountains areas are too wet and barren for arable farming, but people use it for a variety of purpose which include sheep and deer farming, forestry, tourism and recreation. അവർക്ക് മൗണ്ടേനിയസ് ആയിട്ടുള്ള ഒരുപാട് റീജിയൻ ഉണ്ട്. അവിടെ ഈ പുൽത്തകിടി ഉണ്ടാക്കി അവിടെ പശുവിനെയോ അല്ലെങ്കിൽ കാളയെയോ, കാളയും പശുവൊന്നും ഇംഗ്ലണ്ടിൽ അത്ര ഫെമിലിയർ അല്ല, ഷീപ്പ് ഫാമിംഗ് ആണ് അവർ കൂടുതലായിട്ട് ചെയ്യുക. അതും പ്രത്യേകിച്ച് ചെമ്മരിയാടിനെ വളർത്തലാണ് കൂടുതൽ താല്പര്യമുള്ള കാര്യം. അതുപോലെ തന്നെ അവർ ആ കാലഘട്ടത്തിൽ ചെയ്തിരുന്ന മറ്റൊരു ഡ്യൂട്ടിയാണ് മാനിനെ വളർത്തുക. മാനിന് എന്തിനു വേണ്ടിയിട്ടാണ്? 2 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഒന്ന്, തോല് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. 2, മാനിൻ്റെ ഇറച്ചി അവർ ഭക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് ഉപയോഗിച്ചിരുന്നതാണ്. പിന്നെ കുറച്ച് വനസംരക്ഷണം, കുറച്ച് ടൂറിസം. കാരണം സ്കോട്ട്ലൻഡിലേക്കൊക്കെ ആൾക്കാർ ടൂറിസ്റ്റ് പ്ലേസുകൾ പോലെ കാണാനായിട്ട് ഈ ഫോറസ്റ്റും മൗണ്ടൈനൊക്കെ കാണാനായിട്ട് വരും. അപ്പോൾ അതിനെ ബേസ് ചെയ്തുകൊണ്ട് കുറച്ച് ടൂറിസം, പിന്നെ കുറച്ച് എന്താ പറയുക അമ്യൂസ്മെൻറ്റ് ആക്ടിവിറ്റീസ്, റിക്രിയേഷന് വേണ്ടിയിട്ടുള്ള കുറച്ച് ആക്ടിവിറ്റീസൊക്കെ അവർ ക്രിയേറ്റ് ചെയ്തു. ഓൾമോസ്റ്റ് 2/5 ഓഫ് സ്കോട്ട്ലൻഡ്സ് പീപ്പിൾ live in 4 main cities, namely Glasgow, Edinburgh, Dundee and Aberdeen. ഇതിൽ ഗ്ലാസ്ഗോയും എഡിൻബർഗും നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിറ്റീസാണ്. അതിനെക്കുറിച്ച് വീണ്ടും നമുക്ക് പഠിക്കാനുണ്ടാവും. The lowlands of Scotland have a temperate climate and plenty of rain. High land areas experience heavy cold winter with heavy drifting snow. അപ്പോൾ ഇതിൻ്റെ തന്നെ 2 ഭാഗങ്ങൾ. അതിൽ ഒരു ഭാഗം അവർ എന്തു ചെയ്യും, ഈ പറഞ്ഞ പോലെ കോൾഡ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ എന്താ പറയുക ഈ മഞ്ഞുവീഴ്ച എന്ന് പറയില്ല, അത് വളരെ കൂടുതലായിരിക്കും. എന്നാൽ അപ്പുറത്തെ സൈഡിൽ ഒരു ടെമ്പറേറ്റ് ആയിട്ടുള്ള ക്ലൈമറ്റും ഒപ്പം തന്നെ ആവശ്യത്തിൽ കൂടുതൽ മഴ പെയ്യുന്ന, മഴ അവൈലബിൾ ആയിട്ടുള്ള സ്ഥലമായിട്ടാണ് സ്കോട്ട്ലൻഡ് 2 ഇതായിട്ട് നിന്നിരുന്നത്. ഇനി നോർത്തേൺ അയർലൻഡ്, അടുത്ത ഇംഗ്ലണ്ടിൻ്റെ ഭാഗമായിട്ടുള്ള രാജ്യം. ഇംഗ്ലണ്ടിൻ്റെ അല്ല, UK ഭാഗം. അയർലൻഡ് ഫേസസ് നോർത്ത് അറ്റ്ലാന്റിക് ഓഷ്യൻ ആൻഡ് ഈസ് വൺ ഓഫ് ദി റിമോട്ടസ്റ്റ് പാർട്ട് ഓഫ് ദി കോണ്ടിനെൻ്റൽ യൂറോപ്പ്. ദി ഈസ്റ്റേൺ സൈഡ് ഓഫ് ദി ഐലൻഡ് ഹാസ് മോർ പീപ്പിൾ ആൻഡ് ഇൻഡസ്ട്രി. ഇൻ ദ വെസ്റ്റ്, ട്രഡീഷണൽ വേസ് ഓഫ് ലൈഫ് based on farming remain strong and the native Irish language is still spoken by some people. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത അറ്റ്ലാന്റിക് ഓഷൻ്റെ നോർത്തേൺ സൈഡിലെ ഒരു റിമോട്ട് പ്ലേസ് ആണ് ശരിക്കും നോർത്തേൺ അയർലൻഡ്. അധികം ആൾക്കാരില്ലാത്ത എന്നാൽ അല്പമൊന്ന് ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു സമൂഹം. അതുപോലെ തന്നെ ഇവിടെ കൂടുതലായിട്ടും ഈ ഐലൻഡിലെ ഇൻഡസ്ട്രീസിനാണ് പ്രാധാന്യം കൊടുത്തിരുന്നത്. വെസ്റ്റ്, ട്രഡീഷണൽ വേസ് ഓഫ് ലൈഫ് ബേസ്ഡ് ഓൺ ഫാമിംഗ്. ഫാമിങ്ങിൽ വിശ്വസിച്ചുകൊണ്ട് അല്ലെങ്കിൽ അഗ്രികൾച്ചറിന്
അനുകൂലമായിട്ടുള്ള രീതിയിലുള്ളൊരു ഭരണം അല്ലെങ്കിൽ ഒരു ജീവിത രീതിയാണ് അവർ ഫോളോ ചെയ്യുന്നത്. ഒപ്പം തന്നെ ഒരു നേറ്റീവ് ഐറിഷ് ലാംഗ്വേജ്, അയർലൻഡിൻ്റെ തനതായിട്ടുള്ള ഒരു ലാംഗ്വേജ് തന്നെയാണ് അവർ ഉപയോഗിച്ചിരുന്നത്. Potatoes were one of the staple food of Irish. Potatoes and cereal flourished in the drier east. The climate of Ireland is too wet and for types of crops, particularly in the west, whereas the soil are thin and land is mostly used for sheep grazing. Again, ഒരു വെറ്റായിട്ടുള്ള അല്പം നനവുള്ള ഒരു എന്നാൽ അല്പം ഡ്രയറായിട്ടുള്ള രണ്ടിൻ്റെയും ഇടയിൽ നിൽക്കുന്ന, ആവശ്യത്തിന് നനവുണ്ട് ആവശ്യത്തിനൊരു വരണ്ട അവസ്ഥയിലുള്ള ഒരുപാട് ധാന്യങ്ങൾ കൃഷി ചെയ്യിക്കാൻ ഉപകാരപ്പെടുന്ന ഒരു ലാൻഡ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് കുറച്ച് ക്രോപ്സും അതുപോലെ തന്നെ പൊട്ടറ്റോയും തന്നെയാണ് ഇവരും കൂടുതലായിട്ട് കൃഷി ചെയ്തത്. ബാക്കിയുള്ള ഏരിയ മുഴുവൻ ഷീപ്പ് ഫാമിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചു. In bog areas, a type of soil called peat is cut from the ground and dried to be burned as fuel. അവർ ഊർജത്തിന് വേണ്ടി ഒരു പ്രത്യേക തരം മണ്ണുണ്ടായിരിക്കും, അതിനിപ്പോൾ പീറ്റ് എന്നാണ് ഇവർ വിളിച്ചിരുന്നത്. അത് ചില ഭാഗത്തുനിന്ന് ഗ്രൗണ്ടിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുക, ആ കട്ട് ചെയ്തെടുത്ത ആ കഷ്ണം ഉണക്കി അത് കത്തിച്ചിട്ടാണ് അവർ ഫ്യൂവൽ ഉണ്ടാക്കിയിരുന്നത്. Ireland's location in the path of the Gulf Stream ocean current produce warm, moist air masses which pass over the country from the west. Rainfall is abundant, which allows many plants to grow and giving Ireland the name of the Emerald Isle. അപ്പോൾ ഈ ഗൾഫ് ഓഷ്യൻ്റെ സാന്നിധ്യം ഉള്ളതുകൊണ്ട് തന്നെ അല്പം ചൂട് കലർന്ന കാറ്റും ഒപ്പം തന്നെ ഒരു മോയ്സ്ചറൈസ്ഡ് ആയിട്ടുള്ളൊരു എയറും നല്ലപോലെ അവൈലബിൾ ആയിരുന്നു. ഈ കാറ്റിൻ്റെ സാന്നിധ്യം കൊണ്ട് തന്നെ ആവശ്യത്തിൽ കൂടുതൽ മഴ ലഭിക്കുന്ന ഒരു സ്ഥലമായിരുന്നു അയർലൻഡ്. അതുകൊണ്ട് ഇഷ്ടം പോലെ പ്ലാന്റുകൾ വളരാനുള്ള സാധ്യതയുള്ളത് കൊണ്ട് എമറാൾഡ് ഐൽസ് എന്നാണ് വിളിക്കുന്നത്. എമറാൾഡ് എന്താ? എമറാൾഡ് മരതകമാണ്. പച്ച കളറിലുള്ള കല്ലിനെയാണ് മരതകം എന്ന് പറയുന്നത്. അപ്പോൾ ഈ എമറാൾഡ് പോലെ പച്ചപ്പ് നിറഞ്ഞ ഒരു ദ്വീപ് എന്നുള്ള രീതിയിൽ അറിയപ്പെട്ടിരുന്നത് അയർലൻഡാണ്. അത് തന്നെയാണ് അയർലൻഡിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് കണക്കാക്കപ്പെട്ടിരുന്നത്. അതിനുശേഷം പിന്നെ നിങ്ങൾക്കുള്ള ഭാഗം നമ്മൾ ഓൾറെഡി ചർച്ച ചെയ്തതാണ്. ഏർലി ഇന്നോവേഷൻസ് ആൻഡ് സെറ്റിൽമെൻറ്റ്സ്, സെൽട്ടിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഡ്രൂയിഡിസം. ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ നമ്മൾ അടുത്തതായിട്ട് ഈ ചാപ്റ്ററിലൂടെ കാണാൻ പോകുന്ന ഒരു ഭാഗം റോമൻ കോൺക്വസ്റ്റ് ഓഫ് ബ്രിട്ടൻ. റോം അല്ലെങ്കിൽ ഇറ്റലി ഈ പറയുന്ന ബ്രിട്ടനെ പിടിച്ചെടുക്കുകയും ബ്രിട്ടനിൽ അവർ കൊണ്ടുവന്ന മാറ്റങ്ങൾ എന്തൊക്കെ, മാറ്റങ്ങൾ മീൻസ് പ്രകടമായിട്ടുള്ളൊരു മാറ്റം എന്ന് പറയാനില്ലെങ്കിലും ഒരുവിധം ഇമ്പാക്റ്റൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ആൾക്കാരാണ് ഈ പറയുന്ന റോമൻസ്. പ്രത്യേകിച്ച് ആർട്ട്, ലിറ്ററേച്ചർ, ലെറ്റർ, സയൻസ് തുടങ്ങിയ മേഖലകളിൽ റോമൻസിൻ്റെ കോൺട്രിബ്യൂഷൻ ഇംഗ്ലണ്ടിന് വളരെ കൂടുതലായിരുന്നു. കാരണം ഇംഗ്ലണ്ടിൽ ഈ പറഞ്ഞൊന്നും തുടക്കകാലത്ത് ഉണ്ടായിരുന്നില്ല. റോമൻസ് ഇവിടെ വന്നിട്ടാണ് അതവർക്ക് പകർന്നു കൊടുത്തത്. അപ്പോൾ ഓരോ കാലഘട്ടത്തിൽ ആരൊക്കെയാണ് ഇതിന് നേതൃത്വം കൊടുത്തത്, റോമിൻ്റെ ഇൻവേഷന് പിടിച്ചെടുക്കലിന് റോമിനെ സഹായിച്ച രാജാക്കന്മാരാര്, ഇംഗ്ലണ്ട് എവിടെയൊക്കെയാണ് എതിർത്ത് നിന്നത്. പക്ഷേ എതിർത്ത് നിൽക്കാൻ അധികം പറ്റിയില്ല. റോം ഇവരെ പിടിച്ചെടുത്തു പൂർണ്ണമായിട്ടും. വളരെ കുറച്ചു കാലം റോം ഇവരെ ഭരിച്ചു. അതിനുശേഷം റോമൻസ് ഇംഗ്ലണ്ടിനെ ഉപേക്ഷിച്ച് സ്വന്തം നാട്ടിലേക്ക് തിരിച്ചുപോയി. പക്ഷേ റോം കൊണ്ടുവന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇംഗ്ലണ്ടിനെ പിടിച്ചു കുലുക്കിയ മാറ്റം അഡ്വെൻറ്റ് ഓഫ് ക്രിസ്ത്യാനിറ്റിയാണ്. ക്രിസ്ത്യാനിറ്റിയെ ആദ്യമായിട്ട് ഇംഗ്ലണ്ടിന് പരിചയപ്പെടുത്തി കൊടുത്തത് ഈ റോമൻസാണ്. അത് തന്നെയാണ് അവരുടെ ഏറ്റവും ഗ്രേറ്റസ്റ്റ് കോൺട്രിബ്യൂഷനായിട്ട് ഇന്നും കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം റോമൻ കോൺക്വസ്റ്റ് എങ്ങനെയായിരുന്നു എന്ന്. റോമൻ കോൺക്വസ്റ്റ് ഓഫ് ബ്രിട്ടൻ. The Roman conquest of Britain has been considered as one of the significant events in the history of Britain. The Roman invasion was first of Britain's historically recorded invasion. The Great Roman Empire invaded Britain mainly two times
on in the time of Julius Caesar and next in Claudius region reign in 43rd century. Julius Caesar attacked Britain as a part of his Gallic wars. His commentaries give us a vivid and veracious account of his expedition of Britain. അപ്പോൾ ബ്രിട്ടനെ റോമൻസ് ഇൻവേഡ് ചെയ്തതിന് രണ്ട് കാലഘട്ടമായിട്ടാണ് തിരിക്കാൻ കഴിയുക. ഒന്നാമത്തെ ഒരു ഏരിയ എന്ന് പറയുന്നത് ജൂലിയസ് സീസറിനെ കുറിച്ച് ഷേക്സ്പിയർ ഉൾപ്പെടെയുള്ളവർ അദ്ദേഹത്തിൻ്റെ നോവലുകളിലൂടെ ഇംഗ്ലീഷ് സമൂഹത്തിന് പരിചയപ്പെടുത്തി കൊടുത്തിട്ടുള്ള ആളാണ്. പക്ഷേ അതൊക്കെ അദ്ദേഹത്തിൻ്റെ കാലത്തിന് ശേഷമാണ്, ജൂലിയസ് സീസർ മരിച്ചതിന് ശേഷമാണ് ഷേക്സ്പിയറൊക്കെ കടന്നു വരുന്നതും അദ്ദേഹം ഇങ്ങനൊരു നോവല് പ്രിപ്പയർ ചെയ്യുന്നു. അപ്പോൾ ജൂലിയസ് സീസറിന് വളരെ വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ റോമൻസിൻ്റെ ഇൻവേഷൻ്റെ ഭാഗമായിട്ട് ബ്രിട്ടനെ പിടിച്ചെടുക്കാൻ സഹായിച്ച വ്യക്തിയാണ് ജൂലിയസ് സീസർ. അദ്ദേഹത്തിന് ശേഷം ക്ലാഡിയസ് എന്ന് പറയുന്ന രാജാവ് വീണ്ടും ബ്രിട്ടനെ ആക്രമിച്ചു. സീസർ wanted to make Britain to become a frontier province of an empire based on the Mediterranean. Rome's initial military campaign in Britain occurred during the Roman conquest of Gaul under Julius Caesar. By 55 BC, he had conquered most part of Gaul. This gave Caesar much impetus to plan an expedition to the British Isles. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ജൂലിയസ് സീസർ ഇംഗ്ലണ്ട് പിടിച്ചെടുക്കാൻ ഇറങ്ങി തിരിച്ചതല്ല, ഗാൾ എന്ന് പറയുന്ന മോഡേൺ ഫ്രാൻസിൻ്റെ ഒരു ഭാഗം പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം വന്നത്. ആ യുദ്ധത്തിൽ അദ്ദേഹം സക്സസ്ഫുൾ ആവുകയും അത് പിടിച്ചെടുക്കുകയും അദ്ദേഹത്തിൻ്റെ കീഴിൽ കൊണ്ടുവരികയും ചെയ്തു. പക്ഷേ ഗാൾ വരെ എത്തിയപ്പോൾ അദ്ദേഹത്തിന് തന്നെ ഒരു തോന്നലുണ്ടായി, ഇനി തൊട്ടടുത്ത് കിടക്കുന്ന ഇംഗ്ലണ്ട് കൂടി പിടിച്ചെടുക്കാം. എന്തിനാണ് അത് മാത്രമായിട്ട് ഇവിടെ ബാക്കിയിട്ടിട്ട് പോണ്? അതും കൂടി പിടിച്ചാൽ എൻ്റയർ യൂറോപ്പ് അദ്ദേഹത്തിൻ്റെ കീഴിൽ കൊണ്ടുവരാമെന്നുള്ള അദ്ദേഹത്തിൻ്റെ ധാരണ കൊണ്ടാണ് അദ്ദേഹം ഇംഗ്ലണ്ടിലേക്ക് കൂടി ചുവട് വെച്ചത്. ജൂലിയസ് സീസേഴ്സ് ഫസ്റ്റ് ഇൻവേഷൻ ഓഫ് ബ്രിട്ടൻ occurred in the year 55 BC. This was not a well-planned one because he underestimated the power of Britons. He thought that British people would subdue easily. അപ്പോൾ 55 BC ബിഫോർ ക്രൈസ്റ്റ് ഏരിയയിൽ 55 വർഷങ്ങൾക്ക് ക്രിസ്തുവിന് മുൻപ് ഇദ്ദേഹം ഒരു ആക്രമണത്തിന് ശ്രമിച്ചു. പക്ഷെ അദ്ദേഹം വിചാരിച്ചു അന്ന് ഇംഗ്ലണ്ടിലുണ്ടായിരുന്ന ബ്രിട്ടോൺസ് വളരെ പെട്ടെന്ന് കീഴടങ്ങിക്കോളൂന്ന് വിചാരിച്ചു. കാരണം എന്താണെന്ന് വെച്ചാൽ ജൂലിയസ് സീസർ അത്രയും ശക്തനായിട്ടുള്ള ഭരണാധികാരിയും ഒരു എന്താ പറയുക ശക്തനായിട്ടുള്ള ഒരു വാർഫെയർ ഏരിയയിൽ അഗ്രഗണ്യനായിട്ടുള്ള വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിന് മുൻപിൽ ബ്രിട്ടോൺസിന് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് അദ്ദേഹം ശക്തമായിട്ട് വിശ്വസിച്ചിരുന്നു. ബട്ട് ഹി വാസ് സ്ട്രോങ്ലി സ്റ്റോപ്ഡ് ബൈ ദ ആർമി ഓഫ് ബ്രിട്ടീഷ് ആൻഡ് ഫോഴ്സ്ഡ് ടു വിഡ്രോ ഫ്രം ദി ഐലൻഡ്സ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ കണക്കൂട്ടിലൊക്കെ തെറ്റി. ബ്രിട്ടനിലെ ആൾക്കാർ അന്ന് ശക്തമായിട്ട് അദ്ദേഹത്തെ എതിർത്ത് നിന്നു. അദ്ദേഹത്തെ ഇംഗ്ലണ്ടിൽ നിന്ന് അവർ തിരിച്ചയച്ചു. The following year, he prepared a far large force with 800 ships, 2,000 cavalry and 5 legions. Legions എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മേജർ യൂണിറ്റ് അല്ലെങ്കിൽ ഒരു ഡിവിഷൻ ഓഫ് റോമൻ ആർമിയാണ്. അതിൽ ഒരെണ്ണത്തിൽ തന്നെ 3000 മുതൽ 6000 സോൾജിയേഴ്സുള്ള ട്രൂപ്പിനെയാണ് ലീജിയോൺ എന്ന് വിളിക്കുന്നത്. അങ്ങനത്തെ 5 ലീജിയോണും കൊണ്ടാണ് ആൾ യുദ്ധത്തിന് വരുന്നത്. ദ ബ്രിട്ടീഷ് ട്രൈബ്സ് യുണൈറ്റഡ് അണ്ടർ എ സിംഗിൾ ചീഫ് നെയ്മിലി കാസിവെലാനസ്. ബട്ട് റിറ്റാലിയേഷൻ ഓഫ് കാസിവെലാനസ് സ്മോൾ ആർമി എൻഡഡ് ഇൻ ഗ്രേറ്റ് ഡിസ്പയർ ഫോർ ദി ബ്രിട്ടോൺസ്. രണ്ടാമത്തെ വരവിൽ ജൂലിയസ് സീസറിനെ പിടിച്ചു നിർത്താൻ പറ്റിയില്ല. കാരണം ജയിച്ചേ തീരൂ എന്ന് ഉറപ്പിച്ചിട്ടാണ് ആൾ വരുന്നത്. അത്രയും വലിയൊരു സൈന്യത്തെയും കൊണ്ട് ഈ ബ്രിട്ടോൺസിൻ്റെ ഒരു ചെറിയ ട്രൈബൽ ഗ്രൂപ്പിനെ ആക്രമിക്കാനാണ് അദ്ദേഹം കടന്നു വരുന്നത്. അവിടെയാണ് കാസിവെലാനസ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഈ ട്രൈബ്സിന് നേതൃത്വം കൊടുത്ത്
ജൂലിയസ് സീസറിനെ എതിർത്ത് നിൽക്കാനായിട്ട് നോക്കുന്നു. പക്ഷേ അദ്ദേഹത്തിന് ചെറുത്തുനിൽപ്പ് വളരെ കുറച്ച് സമയത്തേക്കേ പറ്റിയുള്ളൂ. അപ്പോഴേക്കും ബ്രിട്ടോൺസ് പരാജയപ്പെട്ടു, ജൂലിയസ് സീസർ വിജയിച്ചു. ദി ആർമി റിട്രീറ്റഡ് ടു ഇൻലാൻഡ്, ബട്ട് സീസർ ഫോളോവഡ് ആൻഡ് laid siege to the fortress of Cassivelaunus. Caesar defeated the Britons and finally agreed to accept terms of surrender. Hostages were provided and tribute was collected, but Julius Caesar immediately left British Island unoccupied. The reason for the immediate withdrawal of Caesar was that major rebellion broke out in the Gaul and he wanted to suppress it. Thus ended the first stage of the Roman invasion of Britain. അപ്പോൾ പിടിച്ചു നിൽക്കാൻ പറ്റാതായ കാസിവലസിനെ തോൽപ്പിച്ചുകൊണ്ട് ബ്രിട്ടൻ്റെ അധികാരം റോമൻസ് പിടിച്ചെടുത്തു. പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ ജൂലിയസ് സീസർ ഇംഗ്ലണ്ടിനെ ഉപേക്ഷിച്ച് തിരിച്ചു പോകാൻ തയ്യാറായി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഫ്രാൻസിൽ നിന്ന് പിടിച്ചെടുത്ത ഗാൾ എന്ന് പറയുന്ന സ്ഥലത്ത് അദ്ദേഹത്തിനെതിരായിട്ട് ശക്തമായിട്ടുള്ളൊരു യുദ്ധം അല്ലെങ്കിൽ ഒരു എന്താ പറയുക കലാപം പൊട്ടിപ്പുറപ്പെട്ടു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ കോൺസെൻട്രേഷൻ ആ കലാപം അടിച്ചൊതുക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം നീക്കിവെച്ചു. അദ്ദേഹം കലാപം അടിച്ചൊതുക്കാൻ പോയ സമയം കൊണ്ട് ഇംഗ്ലണ്ട് വീണ്ടും അതിൻ്റെ പഴയ സ്ഥിതിയിലേക്ക് തിരിച്ചു വന്നു. In 43 CE, Roman Emperor Claudius decided to lead a military expedition to Britain. He prepared a well-occupied army. Claudius' legion marched through France and crossed into Britain. The British tribes that opposed Roman occupation united their chief, namely Caractacus, through his army was not matched for the Romans. He fought bravely near the Thames in the Battle of Medway. Shortly after his desperate battle, Caractacus surrendered and forced to subdue a large region south of Thames to the Romans. Romans imparted a provisional government and more British territory was won over gradually. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു ജൂലിയസ് സീസർ ബ്രിട്ടൻ പിടിച്ചെടുക്കണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി ഇറങ്ങി തിരിച്ചതല്ല. അദ്ദേഹത്തിന് ആകെ ഒരു താല്പര്യം ഉണ്ടായിരുന്നുള്ളൂ, എങ്ങനെയെങ്കിലും ഗാൾ പിടിച്ചെടുക്കണം, ഫ്രാൻസിനെ തൻ്റെ ഭരണത്തിൻ്റെ കീഴിൽ കൊണ്ടുവരണം. പക്ഷേ അതിന് കഴിയാതിരുന്ന അതിന് സാധിച്ച ജൂലിയസ് സീസറിന് ഒരു എക്സ്റ്റൻഷൻ്റെ താല്പര്യം തോന്നിയപ്പോൾ ഇംഗ്ലണ്ടിനെയും പിടിച്ചെടുക്കാൻ ശ്രമിച്ചു. അവരുടെ നേതാവ് അത്ര സ്ട്രോങ് അല്ലാത്തതുകൊണ്ടും ആർമി റോമൻസിൻ്റെ അത്ര ശക്തിയുള്ളതല്ലാത്തതുകൊണ്ടും വളരെ ഈസി ആയിട്ട് റോമൻസ് യുദ്ധത്തിൽ ജയിക്കുകയും പക്ഷെ പിന്നീട് അത് തുടർന്നുകൊണ്ട് പോകാൻ റോമൻസിന് സാധിക്കാതെ വരികയും ചെയ്യുന്നു. പക്ഷേ 43 AD ആയപ്പോഴേക്കും ക്ലാഡിയസിൻ്റെ കാലം വന്നപ്പോൾ പൂർണ്ണമായിട്ടും ഇംഗ്ലണ്ടിനെ കീഴിലാക്കണം എന്നുള്ളൊരാഗ്രഹത്തോട് കൂടിയിട്ട് അദ്ദേഹം ഒരു ശ്രമം നടത്തുകയാണ്. ഒരു വലിയ ട്രൂപ്പുമായിട്ട് വരുന്നു. അതിനെ എതിർത്ത് നിൽക്കുന്ന കരാക്ടാക്കസ് എന്ന് പറയുന്ന ഒരു നേതാവ്. പക്ഷെ അദ്ദേഹം തെയിംസ് എന്ന് പറഞ്ഞാൽ നദിയാണ്, ഇംഗ്ലണ്ടിലുള്ളൊരു നദിയാണ്. തെയിംസിൻ്റെ തീരത്ത് വെച്ച് നടന്ന ബാറ്റിൽ ഓഫ് മെഡ്വേയിൽ വെച്ച് സമ്പൂർണ്ണമായിട്ടുള്ള പരാജയം സമ്മതിക്കേണ്ടി വരും അദ്ദേഹത്തിന്. അങ്ങനെ ഇംഗ്ലണ്ടിൻ്റെ ഭരണം, ആ ഒരു റീജിയൻ്റെ ഭരണം റോമൻസിൻ്റെ കയ്യിലാവുകയും പതുക്കെ റോമൻസ് അവരുടെ ഭരണം ഇംഗ്ലണ്ടിൽ കൊണ്ടുവരികയും ഇംഗ്ലണ്ടിൻ്റെ മേജർ റീജിയൻസൊക്കെ ഈ ബ്രിട്ടീഷ് ഇന്ത്യയുടെ കൂടെ ചേർത്തു എന്ന് പറയുന്ന പോലെ പതുക്കെ റോമൻസിൻ്റെ അധികാരത്തിന് കീഴിലേക്ക് ബ്രിട്ടനെ കൊണ്ടുവരാൻ തുടങ്ങി. അതിനർത്ഥം ബ്രിട്ടൻ റോമൻ്റെ കോളനി ആയി എന്നല്ല, അവരുടെ ഭരണ സംവിധാനം അവിടെ വന്നു എന്നേ ഉള്ളൂ. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, ബ്രിട്ടൻ ഒരിക്കൽ പോലും ആരുടെയും കോളനി ആയിരുന്നിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഇപ്പോഴും ഞാൻ അത് തന്നെ പറയുന്നു, കോളനി അല്ല, അവരുടെ ഭരണത്തിന് കീഴിൽ വരുന്ന ഒരു പ്രദേശം. ദി ഫൈനൽ റെസിസ്റ്റൻസ് ഓഫ് Caractacus was 7-year war after Medway in 15 CE. But this was also defeated by Roman army. Caractacus was captured and thus ended the organized resistance against the
റോമൻ ഡോമിനേഷൻ. അദ്ദേഹം വീണ്ടും യുദ്ധം ചെയ്യാനായിട്ട് കയറി വന്നു. 7 വർഷം കൂടി യുദ്ധം ചെയ്തു. പക്ഷെ 50-ൽ അദ്ദേഹത്തിന് പരാജയം സമ്മതിക്കേണ്ടി വരികയും അദ്ദേഹത്തെ റോമൻ ആർമി പിടിച്ചുകൊണ്ട് പോവുകയും ചെയ്തു. അതോടുകൂടി റോമിനെതിരായിട്ടുള്ള ബ്രിട്ടൻ്റെ ചെറുത്തുനിൽപ്പ് ഏകദേശം അവസാനിച്ചു. ദ റെബല്യൻ ഓഫ് ബൊഡീക്ക. ബൊഡീക്കയിൽ എന്താ സംഭവിച്ചതെന്ന് നോക്കാം. ദ റെബല്യൻ ഓഫ് ബൊഡീക്ക against the Roman rule was one of the remarkable event in annals of the British history. Boudica was a brave Celtic queen of Iceny. 10 years after the final defeat of Caractacus in 16 CE, a massive rebellion was launched by the Boudica, who longed, along with her daughters, had badly abused by Roman soldiers. അപ്പോൾ ബൊഡീക്ക എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷ് ഏരിയ അല്ലെങ്കിൽ ഒരു ബ്രിട്ടീഷ് രാജ്ഞി, സെൽട്ടിക് ക്യൂൺ, അവരുടെ ഭാഗത്ത് നിന്ന് റോമനെതിരായിട്ട് ഒരു ശക്തമായിട്ടുള്ള ചെറുത്തുനിൽപ്പിന് ശ്രമിച്ചുകൊണ്ടിരുന്നു. പക്ഷെ അത് ഫലം കണ്ടില്ല. രാജ്ഞിയും രാജ്ഞിയുടെ പെൺമക്കളും ഈ റോമൻ ആർമിയിൽ നിന്ന് വളരെ മോശമായിട്ടുള്ള സെക്ഷൽ ഹരാസ്മെൻറ്റിന് വിധേയരാകേണ്ടി വന്നു. ഷീ ഇൻസ്പയർഡ് എൻറ്റയർ ബ്രിട്ടൻ ടു റെബൽ അഗെയിൻസ്റ്റ് Roman rule and collected a good army. Her army attacked several Roman towns and killed thousands of Roman royalists. പക്ഷെ ഇങ്ങനെ ഹരാസ് ചെയ്യപ്പെട്ടെങ്കിലും അവർ ഒരു വലിയ രീതിയിലുള്ള പ്രതിഷേധം സംഘടിപ്പിക്കാനും അതിലൂടെ റോമൻസിനെതിരായിട്ടുള്ളൊരു ഭരണവികാരം ക്രിയേറ്റ് ചെയ്തെടുക്കാനൊക്കെ ഈ പറയുന്ന ബൊഡീക്ക എന്ന് പറയുന്ന ക്യൂണിനെ കൊണ്ട് ഒരു പരിധിവരെ സാധിച്ചു. അവർ ഒരുപാട് റോമൻ സിറ്റീസ് തകർത്തു, ആയിരക്കണക്കിന് റോമൻസിനെ കൊന്നുകളഞ്ഞു. റോമൻ റൈറ്റർ കാഷ്യസ് ഡിയോ സെയ്സ് അബൌട്ട് ദി ഹീറോയിക് ഡീഡ്സ് ഓഫ് ബൊഡീക്ക ദാസ് 2 cities were sacked, 80,000 of Romans and of their allies perished, and the island was lost to Rome. Moreover, all this ruin was brought upon the Romans by a woman, a fact which in itself cost them the greatest shame. അപ്പോൾ ഈ പറയുന്ന ബൊഡീക്കയുടെ ശക്തമായിട്ടുള്ള ഇടപെടലിനെ കുറിച്ചിട്ട് അന്നത്തെ ഒരു റോമൻ റൈറ്റർ എഴുതിയിരിക്കുന്ന വാചകമാണ് നമ്മളിപ്പോൾ കേട്ടത്. But Suetonius, the Roman governor, severely suppressed the rebellion of Boudica with strong Roman legion. The army of Boudica, completely rooted out by enormous slaughters. With these harsh measures ended all the threat against Roman rule. Subsequently, Agricola became the governor of Britain, and he implemented many reforms to Romanize the Britons. അപ്പോൾ സ്യൂട്ടോണിയസ് എന്ന് പറയുന്ന പുതിയൊരു ഗവർണർ ബ്രിട്ടൻ്റെ അധികാരം ഏറ്റെടുത്തതോടുകൂടി കംപ്ലീറ്റ് ആയിട്ട് റോമൻ റൂളിന് കീഴ്പ്പെടേണ്ട ഒരു സാഹചര്യം ഇംഗ്ലണ്ടിനുണ്ടാവുകയും അതുപോലെ തന്നെ അഗ്രിഗോള ഗവർണറായിട്ട് വന്ന കാലത്ത് അഗ്രിഗോള വളരെ വലിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ച റോമൻ റൂളിന് ഇംഗ്ലണ്ടിൽ നല്ല പ്രാധാന്യം കൊണ്ടുവന്ന ഒരു ഗവർണറായിരുന്നു. അദ്ദേഹം വന്നതോടുകൂടി അദ്ദേഹം ബ്രിട്ടനിൽ പുതിയ ചില പരിഷ്കാരങ്ങൾ നടപ്പിലാക്കി. എന്തിനു വേണ്ടി? ഇവിടെ ഉണ്ടായിരുന്ന ബ്രിട്ടോൺസിനെ റോമൻസ് ആക്കി മാറ്റുന്നതിന് വേണ്ടി പല പരിഷ്കാരങ്ങളും ഇംഗ്ലണ്ടിൽ കൊണ്ടുവന്ന വ്യക്തിയാണ് അഗ്രിഗോള. ഇനി അഗ്രിഗോളയുടെ റീഫോംസും ഇമ്പാക്റ്റ് ഓഫ് റോമൻ കോൺക്വസ്റ്റും ഉൾപ്പെടെയുള്ള കാര്യങ്ങളും റോമൻ കൺസ്ട്രക്ഷൻസൊക്കെ നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ചർച്ച ചെയ്യും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.